യൂണിക്കോൺ ഇയർ ഉണ്ടാക്കാൻ ഞാൻ അത് ഈ ഷേപ്പ് ഒന്ന് വരച്ചെടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സാധാരണ പേപ്പറിനേക്കാൾ കുറച്ചും കൂടി കട്ടിയുള്ള ഡ്രോയിങ് ഷീറ്റിലാണ് ഞാൻ ഇത് വരച്ചെടുത്തത്. നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും, വലിയൊരു വിലയൊന്നുമില്ല ഈ ബുക്കിനകത്തുനിന്നൊരു ഷീറ്റ് എടുത്തിട്ട് അതിനകത്താണ് ഞാൻ വരച്ച് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഷേപ്പിൽ. ഈ ഷേപ്പ് ഇതിൻ്റെ ടെംപ്ലേറ്റ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ആദ്യം വരച്ച അതേ ഷേപ്പ് തന്നെയാണ് വീണ്ടും വരച്ചത്, ഒറ്റ വ്യത്യാസമുള്ളൂ. ഇത് കുറച്ചും കൂടെ ചെറിയ സൈസാണ്. അപ്പോൾ ഒരു ഇയറിന് വേണ്ടി തന്നെ 2 സൈസിലുള്ള സെയിം ഷേപ്പ് നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ 2 ചെവിക്ക് വേണ്ടിയിട്ട് 2 സൈസിലുള്ള 2 ഇതുപോലത്തെ ഷേപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ സൈസിൻ്റെ ഒന്നും ചെയ്യണ്ട, പക്ഷേ ചെറിയ സൈസിൻ്റെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കണം. പിങ്ക് കളറാണ് നല്ലത്, പക്ഷേ എൻ്റെ പിങ്ക് കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗോൾഡൻ ഷെയ്ഡാണ് അടിച്ചു കൊടുത്തത്. ഇനി നമുക്ക് നമ്മളത് പെയിൻ്റ് അടിക്കാത്ത വലിയ സൈസിലുള്ള പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ പെയിൻ്റ് അടിച്ച ആ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട്. എനിക്ക് അധികം നേരം ഉണക്കാൻ സമയമില്ലാത്ത കാരണം അധികം നേരം ഉണക്കാൻ വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലതുപോലെ ഉണക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും. രണ്ട് ഇയേഴ്സും അതേപോലെ നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ യൂണിക്കോൺ ഇയേഴ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.